നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിദിനം 100 പേർക്ക് സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന് റവന്യൂ മന്ത്രി കെ രാജൻ തറക്കല്ലിട്ടു. കാളത്തോട് 20ാം ഡിവിഷനിൽ പുതിയതായി ആരംഭിക്കുന്ന അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന SFIയെ പിരിച്ചുവിടണമെന്ന് രമേശ് ചെന്നിത്തല. പുത്തൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ നിർവഹിച്ചു. പുത്തൂർ കുരിശുമൂലയിൽ ചേറ്റുപുഴക്കാരൻ വർഗീസിന്റെ വീട്ടിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തി PWD അധികൃതർ ചാല് കീറിയതായി പരാതി. വാർത്തകൾ വിശദമായി. തൃശൂരിന്റെ വികസന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പദ്ധതിക്കാണ് തറക്കല്ലിട്ടിട്ടുള്ളതെന്ന് പ്രതിദിനം 100 പേർക്ക് സൗജന്യ ഡയാലിസിസിനുള്ള കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമായി നിർവഹിച്ചതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. കോർപ്പറേഷൻ പരിധിയിൽ ജനറൽ ആശുപത്രിയിൽ 5 PHCയും 3 അർബൻ സെന്ററുകളും കേന്ദ്രീകരിച്ച് നടത്തുന്ന പാലിയേറ്റീവ് പ്രവർത്തനം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ആയിരക്കണക്കിന് കിടപ്പ് രോഗികൾക്ക് ആശ്വാസമാണ്. എന്നാൽ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾക്ക് കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലാണ് സൗകര്യം. ഇത് അപര്യാപ്തമാണ്. ജനറൽ ആശുപത്രി ഇതര മേഖലയിൽ ഒരു ഡയാലിസിസിന് ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ മുതൽ ഉയർന്ന നിരക്ക് ഈടാക്കും. സാധാരണക്കാർക്ക് ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. നിർധനരായ രോഗികൾ ഡയാലിസിസിന് മാർഗമില്ലാതെ സൗജന്യ കേന്ദ്രത്തിൽ അവസരത്തിനായി കാത്തുനിൽക്കുകയാണ്. കോർപ്പറേഷൻ പരിധിയിലെ ഡയാലിസിസിന് ആവശ്യമായി വരുന്നവരിൽ നിർധനർക്ക് പൂർണ്ണമായും സൗജന്യ ഡയാലിസിസ് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. തൃശൂർ കോർപ്പറേഷനും പാലിയേറ്റീവ് രംഗത്ത് സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയറും പ്രതിദിനം 100 പേർക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം തൃശൂർ നഗരത്തിന്റെ പ്രധാന ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ശക്തൻ നഗറിൽ ഒരുക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തെയാണ് സ്വാഗതം ആശംസിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, കൌൺസിലർ സജിത ഷിബു, സെക്രട്ടറി ഷിബു VP, ആൽഫ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റി രവി കണ്ണമ്പുള്ളി, പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ആളുകളിൽ ഏറ്റവും വലിയ വികസനമായി എഴുതി വെക്കാൻ പോകുന്ന ഒരു മഹനീയമായ സംരംഭത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞാൻ മേയറുടെ ടീമിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത് കേവലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടിൽ കോർപ്പറേഷൻ ഒരു നയരേഖയാണ്. അത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലെ പ്രാധാന്യം, തെരുവ് വിളക്കുകളുടെ കാര്യത്തിലെ പ്രാധാന്യം, ആരോഗ്യ പരിരക്ഷ സംരക്ഷണത്തിലെ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിലെ പ്രാധാന്യം, മാലിന്യമുക്തയിലെ പ്രാധാന്യം, ഇതോടൊപ്പം സമാന്തരമായി ഭൗതിക സാഹചര്യങ്ങളിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളുടെ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും അതിന് ലഭ്യമാകുന്ന പണം കൊണ്ട് സാധ്യമാണ്. പക്ഷേ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വരേണ്ട മാറ്റങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ കൊണ്ടുവരേണ്ട ഇടപെടലുകൾ, അത് നല്ലതുപോലെ ധാരണയും ദീർഘവീക്ഷണവും ഉണ്ടാകും. ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞാതെ പോയാലും ശരിയാകില്ല. അത് ഞാൻ പാണഞ്ചേരിയിലെ, ഞാൻ മേയറോട് പറഞ്ഞോന്നറിയില്ല, പാണഞ്ചേരിയിലെ ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സനലിൻ്റെ അമ്മയ്ക്ക് കഠിനമായിട്ടുള്ളൊരു നെഞ്ചുവേദന വന്നത് പീച്ചിയിലെ ആശുപത്രിയിൽ, പട്ടിക്കാടുള്ള പീച്ചിയിലെ ആശുപത്രിയിൽ കാണിച്ച് ECGയിലൊരു വേരിയേഷൻ ഉണ്ട് എന്ന് കേട്ടപ്പോൾ സങ്കടത്തോടെ അയാൾ എന്നെ വിളിച്ചു. ഞാനും ഭാര്യയും കൂടി നടക്കാൻ പോകുന്ന നേരം. അപ്പോൾ വിളിച്ച് ഞാൻ ചോദിച്ചത് അമലയിലേക്ക് പോകണോ, ജൂബിലിയിലേക്ക് പോകണോ, ഹാർട്ടിലേക്ക് പോകണോ? 3 ഓപ്ഷനാണ്. ഏതെങ്കിലും ഒന്നും എടുക്കാം, അവിടെ പോകാം. ഞാൻ അവനോട് പറഞ്ഞു ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. വലിയ പൈസ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞു ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, വേറെ പ്രയാസമൊന്നും ഉണ്ടാകില്ല, നമുക്ക് ധൈര്യമായിട്ട് നോക്കാം. കാളത്തോട് 20ാം ഡിവിഷനിൽ പുതിയതായി ആരംഭിക്കുന്ന അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസാണ് അധ്യക്ഷത വഹിച്ചത്. DMO ഡോക്ടർ TP ശ്രീദേവി, ഡോക്ടർ P സജീവ് കുമാർ, S ജുനൈദ് ഷാ, കൌൺസിലർ ബീന മുരളി, രേഷ്മ ഹേമേജ്, ഷീബ ജോയ് എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ VK കണ്ണൻ നന്ദിയും അറിയിച്ചു. അദ്ദേഹം ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു.
ഒരു സംഭാഷണത്തിൽ ഞാൻ മുതിരുന്നില്ല. നമ്മുടെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 50 വെൽനസ് സെൻ്ററുകൾ ആരംഭിക്കാനുള്ള പരിപാടിയാണ് നേരത്തെ ഇട്ടിരുന്നത്. 7 വെൽനസ് സെൻ്ററുകൾ ആരംഭിച്ചു. 8ാമത്തെ വെൽനസ് സെൻ്ററുകളാണ് റോസ് ചേച്ചിയുടെ സ്വന്തം ഡിവിഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം സ്ഥലത്ത് വളരെ മനോഹരമായി ആരംഭിച്ചിട്ടുള്ള ഈ വെൽനസ് സെൻ്റർ എൽത്തുരുത്തിൽ ഒന്നുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷനിൽ ജില്ലാ ജനറൽ ആശുപത്രിയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കുമിടയിൽ ഓരോ വാർഡിലെയും ജനങ്ങളുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാഥമികമായി ചികിത്സയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന 9 മേഖലകളിലെ വെൽനസ് സെൻ്റർ വരും. ഞാൻ കഴിഞ്ഞ യോഗത്തിൽ മേയറോട് തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കോർപ്പറേഷൻ ഡിവിഷനകത്തെ റോഡുകളുടെ നിർമ്മാണത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കുടിവെള്ളത്തിൻ്റെ വിതരണത്തിൽ ഒല്ലൂർ സോണിൽ ഒരു 1000 ഇല്ല 500 600 ടാപ്പുകൾ കൂടി കണക്ഷൻ കൂടി ഫിറ്റ് ചെയ്താൽ സമ്പൂർണ്ണമായി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സോണലായി ഒല്ലൂർ സോണൽ മാറുന്നതുൾപ്പെടെ കുടിവെള്ള കാര്യത്തിലുള്ള ശ്രദ്ധയുണ്ടാകുന്നു. വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ അതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ടമായൊരു വിഭാഗമാണ് ആരോഗ്യം. നല്ല റോഡുകളിലൂടെ പോകാൻ ആളുബാക്കിയുണ്ടാകണം. നല്ല വെളിച്ചം ആസ്വദിക്കാനും മറ്റെല്ലാ ആനുകൂല്യങ്ങൾ ഏറ്റുവാങ്ങാനും ആളുബാക്കി ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വല്ലാത്ത പെരുമഴ പോലെ നമുക്കിടയിലൂടെ വന്ന് പ്രവേശിക്കുകയാണ്. പണ്ടൊക്കെ ഒരാൾക്ക് ഷുഗറുണ്ടെന്ന് കണ്ടെത്തിയാൽ പ്രായമായി എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും ആ വിധത്തിലുള്ള പ്രമേഹ രോഗങ്ങളുടെ പിടിയിലകപ്പെടുന്ന വിധത്തിൽ സങ്കീർണമായ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമുക്കിടയിൽ വന്നു ചേരുന്നുണ്ട്. ലഹരി വ്യാപനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന SFIയെ പിരിച്ചുവിടണമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിന് ഉത്തരവാദി SFI ആണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സമ്മതം ഇതിനുണ്ട്. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന നിയമവിരുദ്ധ ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. INTUC നേതാക്കളായ VM ഷംസുദ്ദീൻ, സുരേഷ് മാമ്പറമ്പിൽ, MT ജോസ്, MR രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ കലാലയങ്ങളിൽ, ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണം. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. SFI സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി. 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയെ അമർ ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ? കൊച്ചിയിലെ പോലീസെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ്. ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ, ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ഇതിറക്കാതിരിക്കുന്നതിന്റെ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയിലേതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കയ്യേറ്റത്തിനെതിരായി സന്ധിയില്ലാത്ത നടപടികളാകും സർക്കാർ സ്വീകരിക്കുക. ഏത് ഉന്നതനായാലും കയ്യേറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമീപകാലത്ത് അനുവദിച്ച കാലത്തെ പട്ടയങ്ങൾ ഉപയോഗിച്ചല്ല കയ്യേറ്റം നടന്നത്. കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ്. പ്രത്യേക ടീമിനെ നിയോഗിച്ച് എല്ലാ നടപടികളും സ്വീകരിച്ചു. കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ താൽപര്യമില്ല. കോടതി ഇടപെടലുകൾ മുന്നിൽ കണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി നടപടികളിലേക്ക് കടക്കും. വ്യാജ പട്ടയം നിർമ്മിച്ച ഭൂമി കയ്യേറുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് ഉന്നതനായാലും കയ്യേറ്റക്കാരെ സംരക്ഷിക്കില്ല. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കും. പ്രത്യേക ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. കുറ്റക്കാർ ആരാണെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കും. പീരുമേട് താലൂക്കിൽ ഇതുവരെ ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ടീം രൂപീകരിച്ചാണ് നടപടികൾ മുന്നോട്ടു പോകുന്നത്. കയ്യേറ്റത്തിനെതിരായി സന്ധിയില്ലാത്ത നടപടികൾ സർക്കാർ സ്വീകരിക്കും.
അല്ല, അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതിനെ തുടർന്നുള്ള വിശദാംശങ്ങൾ അടുത്ത ദിവസം നിങ്ങൾക്ക് ലഭ്യമാകും. ഈ 4 എണ്ണമാണ് ഹിയറിംഗ് കഴിഞ്ഞ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഔപചാരികമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനമുള്ളത്. അടുത്തതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും 2 ദിവസക്കാലത്തിനുള്ളിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇതിന് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പട്ടയങ്ങൾ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അതിൽ എങ്ങനെയായിരിക്കും നടപടി? അല്ല, പട്ടയങ്ങൾ അനുവദിച്ച് നൽകിയില്ലല്ലോ. പട്ടയങ്ങൾ 65-ലോ 70-ലോ അനുവദിച്ച് നൽകിയതാണ്. ആ പട്ടയങ്ങൾ 3800ഓളം വരുന്ന മൈനർ സർക്യൂട്ടിന്റെ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി നടത്താൻ ആര് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് പ്രശ്നം. തഹസിൽദാർക്കും സർവേയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ സസ്പെൻഷൻ നടത്തി അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ ഇവർ തന്നെയാണോ കുറ്റക്കാർ, ഇവരെക്കാൾ കൂടുതൽ കുറ്റക്കാരുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും. കുറ്റക്കാരാരാണെങ്കിലും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കും. പരുന്തുംപാറയിലെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു കളക്ടറോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരാരെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ആ ചോദ്യത്തിനാണ് നേരത്തെ ഉത്തരം പറഞ്ഞത്. നമ്മള് വല്ലാതെ തിരക്ക് കൂട്ടി. ആളുകൾ പറയുമല്ലോ, അപ്പുറത്തേക്ക് വഞ്ചി കിടക്കാൻ വഞ്ചി കിടന്ന് ഓടിയിട്ട് കാര്യമില്ല, വഞ്ചി അപ്പുറത്തെത്തണം. ഇതിന് നടപടിക്രമങ്ങളുണ്ട് കൃത്യമായി. അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കൃത്യമായി ഉദ്യോഗസ്ഥ സംഘത്തെ വെച്ച് പ്രത്യേക സർവേ ടീമിനെ പിന്നെ പീരുമേട് താലൂക്കിൽ ഇതുവരെ ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ 15 പേരെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് പെരുന്തുംപാറ കടന്നിട്ടുണ്ട്. ഇന്നു മുതൽ നോട്ടീസ് കൊടുക്കുകയാണ് കക്ഷികൾക്ക്. ആ നോട്ടീസ് കൊടുക്കുന്ന പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ നിർവഹിച്ചു. പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷത്തിൽ പരം രൂപ ചിലവഴിച്ചാണ് ജനറൽ വിഭാഗത്തിലെ 115 ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജീദ്, ICDS സൂപ്പർവൈസർമാരായ ദീപ, പ്രീനു പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ ബിജു, ജിനോ TC, ഡെയ്സി ജേക്കബ് എന്നിവർ സംസാരിച്ചു. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. DCFA കോഴ്സിലേക്ക് +2 പ്രീ ഡിഗ്രി, ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ടാലി കോഴ്സിലേക്ക് +2 പ്രീ ഡിഗ്രി, ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവർക്കും DCA കോഴ്സിലേക്ക് +2 ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. 6 മാസവും 4 മാസവുമാണ് കോഴ്സുകളുടെ കാലാവധി. SC, ST, OEC വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9447918589. പുത്തൂർ കുരിശുമൂലയിൽ ചേറ്റുപുഴക്കാരൻ വർഗീസിന്റെ മതിൽ PWD അധികൃതർ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ച് വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം 3 അടിയിലധികം ആഴത്തിൽ ചാല് നിർമ്മിച്ചതായി പരാതി. വർഗീസിന്റെ വീടിന്റെ എതിർവശത്തുള്ള പുറമ്പോക്ക് റോഡ് വികസനത്തിനെടുത്ത ശേഷം തികയാതെ വരുന്ന ഭൂമി വർഗീസിന്റെ പുരയിടത്തിൽ നിന്നും എടുക്കാൻ ഏതാനും മാസം മുൻപ് ഹൈക്കോടതി വിധിച്ചിരുന്നു. എന്നാൽ PWD അധികൃതർ മണ്ണുമാന്തി യന്ത്രവുമായി പോലീസ് സഹായത്തോടെ മതിൽ പൊളിച്ച് വീടിന് മുന്നിൽ ചാല് കീറി കുടിവെള്ള പൈപ്പ് തകർത്തു. തടയാൻ ശ്രമിച്ച വർഗീസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമായിരുന്നു വർഗീസിന്റെ വീടിന് മുന്നിൽ മാത്രം ചാല് കീറിയത്. വ്യക്തിവൈരാഗ്യമാണെന്ന് വർഗീസ് പറയുന്നു. ഹൈക്കോടതി വിധി ലംഘിച്ച് PWD ഉദ്യോഗസ്ഥർ നടത്തിയ ഈ ക്രൂരതയ്ക്കെതിരെ വർഗീസ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും വർഗീസിന്റെ ഭാര്യ പരാതി നൽകി. താൻ റോഡ് വികസനത്തിന് എതിരല്ലെന്നും തന്റെ വീടിന് മുന്നിലെ റോഡിന്റെ എതിർവശത്തെ പുറമ്പോക്ക് ഭൂമി എടുത്ത ശേഷം ആവശ്യമെങ്കിൽ തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് വർഗീസ് പറയുന്നു. എടുത്തതിന് ശേഷം എൻ്റെ ഭൂമി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിധിയുള്ളപ്പോൾ ആ ഹൈക്കോടതി വിധിയെ മാനിക്കാതെ കണ്ട് ഇന്നലെ പോലീസ് PWD വന്ന് എൻ്റെ ഭൂമി കൊടുത്ത് ബലമായി കസ്റ്റഡിയിൽ എടുത്തിട്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. എന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിലും എൻ്റെ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പ് വരെ പൊളിച്ചിട്ടിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഇതുവരെ കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു കോടതി വിധി ഇല്ല എന്നാണ്. ഈ കോടതി വിധി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ബലമായിട്ടൊന്ന് പൊളിച്ചിട്ടുണ്ട്. ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോടതിയിൽ ബന്ധപ്പെട്ട് അതിൻ്റെ രൂപത്തിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്.
ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഓട്ടോ ബോഡി പെയിന്റിംഗ് എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. PSCയുടെ റിസർവേഷൻ റൊട്ടേഷൻ അനുസരിച്ചാണ് നിയമനം നടക്കുക. മെക്കാനിക് ഓട്ടോ ബോഡി പെയിന്റിംഗിൽ റൊട്ടേഷൻ പ്രകാരം OC വിഭാഗത്തിൽ നിന്നുമായിരിക്കും നിയമനം. മാർച്ച് 18 രാവിലെ 10:30 ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0480270141. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ പള്ളിമൂല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ മുറിച്ചിട്ടിരുന്ന മരങ്ങൾക്ക് തീപിടിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീഹരി R, ജിമോദ് VV, ബിജോയ് I, സന്തോഷ് P, ഹോംഗാർഡ് വിജയൻ എന്നിവർ ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത്. ലഹരി വ്യാപനത്തിനും ആക്രമണങ്ങൾക്കുമെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാതെ നിസ്സംഗത പുലർത്തുന്നതിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി 17-ന് 4 മണിക്ക് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക നായകന്മാരുടെ നിശബ്ദത ആശങ്കയുണ്ടാക്കുന്നു. മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുകയും വിൽക്കുകയും ചെയ്യുന്നവരുടെ രാഷ്ട്രീയ കാരണങ്ങൾ അന്വേഷിക്കുന്നതല്ലാതെ യാതൊരു നടപടികളും ഫലപ്രദമായി സ്വീകരിക്കുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ മനാഫ്, രമേശ് R നായർ, പ്രതാപൻ എന്നിവരും പങ്കെടുത്തു. കൊഴുക്കുള്ളി സ്വരാജ് UP സ്കൂൾ വിദ്യാർത്ഥികൾ റവന്യൂ മന്ത്രി K രാജനുമായി സംവാദം സംഘടിപ്പിച്ചു. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ അറിയുന്നതിനും പരിചയപ്പെടുന്നതിനും സ്കൂളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതെല്ലാം എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് സംവാദം സംഘടിപ്പിച്ചത്.
സ്കൂൾ മാനേജർ പ്രൊഫസർ PC തോമസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിന്ധു, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് PR രജിത്, വാർഡ് മെമ്പർ ER പ്രദീപ്, സ്കൂൾ PTA പ്രസിഡന്റ് ദിനേശ് കുമാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഒല്ലൂർ മണ്ഡലത്തിലെ ടൂറിസ്റ്റ് കോറിഡോർ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വാർത്തയിൽ കാണാൻ കഴിഞ്ഞു. ഏകദേശം ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ എത്ര സമയദൈർഘ്യം വേണ്ടിവരും? ഞങ്ങളെ പോലെയുള്ള ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ നിവാസികൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ പ്രതീക്ഷിക്കാം? നല്ല ചോദ്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ അതിനെ ഒന്നിനുമില്ല, ഞാനൊന്നും പ്രത്യേകത പറയില്ല. ഞാൻ മാഷോട് ചോദിച്ചു വന്നപ്പോൾ മാഷ് നേരം വൈകി, കൊടുക്കാനാവാത്ത തെറ്റാണ്. ഇപ്പം മാഷിനോട് പറഞ്ഞു ഒരു പ്രയാസമില്ല, ടീച്ചർമാരെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിളിക്കുന്ന PC തോമസ് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ ഇത്ര വലിയ സമ്പത്തുണ്ടാകും എന്ന് ഞാനും വരെ പ്രതീക്ഷിച്ചില്ല. അതാണ് ഈ സ്വരാജ് UP സ്കൂൾ നടത്തുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാര്യം. സിസ്റ്റർ സിന്ധുവും ഒക്കെ പറഞ്ഞത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. അത് ഇവിടെ വരുന്ന ആരുമാകലല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടെ മന്ത്രി വരും. ഇവിടെ മന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമാണ്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് തട്ടുകടയിൽ ചായ കുടിക്കുകയും അടുക്കൂടെ പോകുന്ന 3 ആൾ പറഞ്ഞിട്ട് ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഗവൺമെൻറ് പോയിട്ട് അന്വേഷിച്ചു എന്താ തർക്കം. അപ്പോൾ അവർ ബെറ്റ് വയ്ക്കുകയാണ്, ഇങ്ങനെ മന്ത്രിയാകുന്ന ഒരാളും അല്ലാതെ വേറൊരാണ്. കാരണം മന്ത്രി ഇങ്ങനെ വന്നിരിക്കില്ല എന്നാണ് അവർ. മന്ത്രി വരുന്നൊരു പുതുമയല്ല. ഈ സ്കൂളിൽ രക്ഷകർത്താവ് വരുന്ന ഗൗരവത്തിൽ അതിനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ കളക്ടർ വരും, കമ്മീഷൻ വരും, പലതരത്തിലുള്ള ആളുകൾ വരും. 10 മാസക്കാലത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സിൽ പെട്ട് 10 മാസക്കാലം എല്ലാ മാസവും ഓരോ ദിവസം ഓരോരുത്തർ വന്നു കഴിയുമ്പോൾ ആ വന്നതിൽ ആരാകും നമ്മൾ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തുന്നത്. ആ വന്നതിൽ ആരും നിങ്ങൾക്കാകാം ഒരു പ്രയാസം ഉണ്ടാകില്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കൽ ബാധ്യതയാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കൽ അഡ്മിഷൻ കിട്ടാൻ ബാധ്യത. കേരള കോൺഗ്രസ് M തൃശൂർ ജില്ലാ കമ്മിറ്റി തിരുവല്ലോമലയിൽ നിന്നും ചായപ്പൻകുഴിയിലേക്ക് മലയോര ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MLA സെബാസ്റ്റ്യൻ കളത്തിങ്കൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായിരിക്കും. 1972 വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ ഭേദഗതി വരുത്തി കർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ബേബി മാത്യു, ഷാജു, ബേബി നെല്ലിക്കുഴി എന്നിവർ പങ്കെടുത്തു. ദേശമംഗലം ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രീഷ്യൻസ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റിസർവേഷൻ റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് നിയമനം. സംവരണ വിഭാഗത്തിന്റെ അഭാവത്തിൽ മറ്റു ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നുണ്ട്. NTC NAC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും എഞ്ചിനീയറിംഗ് ഡിഗ്രിയും 1 വർഷ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും 2 പകർപ്പുകളും സഹിതം മാർച്ച് 18 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0488 279944. ആഷിത സ്മാരക പുരസ്കാരം പ്രസിദ്ധ എഴുത്തുകാരൻ M മുകുന്ദന് നൽകുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 27 കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ M മുകുന്ദന് നൽകും. വിവിധ സാഹിത്യ മേഖലകളിലെ കൃതികൾക്ക് 10,000 രൂപ വീതമുള്ള 10 പുരസ്കാരങ്ങൾ നൽകും. വാർത്താ സമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ്, സന്തോഷ് എച്ചിക്കാനം, സുഭാഷ് പയ്യന്നൂർ, രാജലക്ഷ്മി മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ,
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. 30ഓളം കേസുകളിലെ പ്രതിയായ സ്വർണ്ണ തട്ടിപ്പ് വീരൻ ഇല്യാസ് പിടിയിൽ. കേരളത്തിലെ വിവിധ ജില്ലകളിലെ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിൽ സ്വർണം പൂശിയ മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് പണം തട്ടിയെടുത്തിരുന്ന 30ഓളം കേസുകളിലെ പ്രതിയായ വാടാനപ്പള്ളി പുത്തൻവീട്ടിൽ ഇല്യാസ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തോളമായി ഇയാൾ ഒളിച്ചു താമസിച്ചു വരികയായിരുന്നു. ആലുവയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിക്ക് സ്വർണം പൂശിയ മുക്കുപണ്ടങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തൃശൂർ ഈസ്റ്റ്, നെടുപുഴ, വിയൂർ, മാള, ചാവക്കാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. 11ഓളം കേസുകളിലെ പിടികിട്ടാ പുള്ളിയാണ് ഇല്യാസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജോലി നൽകാത്തതിലും പണം നൽകാത്തതിലുമുള്ള വൈരാഗ്യത്തിൽ മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമം. പ്രതി റിമാൻഡിലേക്ക്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനോജിനെ കഴുത്തിന്റെ പിന്നിൽ കുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പാറക്കൽ വീട്ടിൽ നിക്സണെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അലുമിനിയം ഫാബ്രിക്കേഷൻ പണിക്കാരനായ നിക്സൺ മനോജിന് ജോലി നൽകാത്തതിലും പണം നൽകാത്തതിലുമുള്ള വൈരാഗ്യത്താൽ മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്ന മനോജിനെ നിക്സൺ കാത്തുനിന്ന് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കത്തികൊണ്ട് പിന്നിൽ കുത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ നിക്സണെ പുല്ലൂറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ BKയുടെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതി റിമാൻഡിലായി. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിനെ കൊടുവാൾ, ഇരുമ്പ് പൈപ്പ് എന്നിവ കൈവശം വെച്ച് അതിക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ആളൂർ കച്ചേരിപ്പടി സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കാണ് പിടിയിലായത്. അമീഷിനോട് മുഖ്യപ്രതിയായ കുഞ്ഞിമല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് KM, ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ്, ജീവൻ, സൂരജ്, ഷിൻഡോ, ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, സവീഷ്, ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ജാസിക്കിനെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കിടയിൽ ബൈക്ക് മോഷണം നടത്തിയ കേസിൽ ഒരു യുവാവ് കൂടി അറസ്റ്റിലായി. എറണാകുളം പള്ളിക്കരയിൽ താമസിക്കുന്ന കാക്കനാട് വെളുത്തെടുത്ത് പറമ്പിൽ മുൻസിറാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലായത്. കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയുടെ ബൈക്കാണ് കൊടുങ്ങല്ലൂർ തെക്കേനടയിൽ നിന്ന് മുൻസീറും പറവൂർ കൈതകുളം സ്വദേശി ശരത്തും ചേർന്ന് മോഷ്ടിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. ബൈക്ക് മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ കശ്യപൻ, TM സജിൽ, KG, സിവിൽ പോലീസ് ഓഫീസർ സുബീഷ് എന്നിവർ ചേർന്നാണ് മുൻസീറിനെ അറസ്റ്റ് ചെയ്തത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് 1.5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ കൽപ്പണിക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായ പരിശോധനകൾ നടത്തിവരുന്നതിനിടയിലാണ് ബീഹാർ സ്വദേശികളായ ബാഷിഹ, ഷേഖ് നയിം എന്നിവരെ 1.550 കിലോഗ്രാം കഞ്ചാവുമായി ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന 3 പീടിക പെരിമംഗലത്തുള്ള വീട്ടിൽ നിന്ന് പിടികൂടിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു KRന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദേശീയപാത മരത്താക്രയിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ചുകയറിയ അപകടം. ഡ്രൈവർക്ക് പരിക്ക്. മരത്താക്ര സിഗ്നൽ ജംഗ്ഷന് സമീപമാണ് അപകടം. കുട്ടനല്ലൂർ ഭാഗത്തു നിന്ന് പാലേക്കര ഭാഗത്തേക്ക് പോയിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ഡ്രൈവറുടെ കൈക്കാണ് പരിക്ക്. ഇയാളെ ഉടൻ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിവൈഡറിൽ ഇടിച്ചതിനെ തുടർന്ന് ലോറിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കരടിയള ഊത്തുക്കുഴിയിൽ പരേതനായ ജിജി ഭാര്യ ഷിജി അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിദിനം 100 പേർക്ക് സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന് റവന്യൂ മന്ത്രി കെ രാജൻ തറക്കല്ലിട്ടു. കാളത്തോട് 20ാം ഡിവിഷനിൽ പുതിയതായി ആരംഭിക്കുന്ന അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ലഹരി വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന SFIയെ പിരിച്ചുവിടണമെന്ന് രമേശ് ചെന്നിത്തല. പുത്തൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ നിർവഹിച്ചു. പുത്തൂർ കുരിശുമൂലയിൽ ചേറ്റുപുഴക്കാരൻ വർഗീസിന്റെ വീട്ടിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തി PWD അധികൃതർ ചാല് കീറിയതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.